അപ്പോൾ നമ്മുടെ മസാല ദോശ പോലെ തന്നെ മാവൊക്കെ ഇട്ട് നല്ല രീതിയിൽ വലിയ രീതിയിൽ അത് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ ചൂടായി തിളച്ച് മറിഞ്ഞ് കിടക്കുക. അതിലേക്ക് ഇതേ ഉഴുന്നുവട ഇട്ടു. അതങ്ങ് പൊങ്ങി വരുന്ന കാഴ്ച തന്നെ നല്ല ഭംഗിയാണ്. സ്വാഗതം റോയൽ ലൈഫ് ടൈമിലേക്ക്. രുചി തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ അലനാൻ ഹാർബറിന് സമീപം സ്ഥിതി ചെയ്യുന്ന അസിയണ്ണന്റെ മദീന ഹോട്ടലിലാണ്. ചിക്കൻ റോസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഇത് ബീഫ് ചാപ്സ് ഉണ്ട്. അതുപോലെ ബീഫ് കറി, ഇതുണ്ടല്ലേ ബീഫ് കറി. ബീഫ് ദോശയ്ക്കുള്ള സാധാ ചമ്മന്തി ഉണ്ട്. അതോടൊപ്പം സാമ്പാർ, ഇത് തക്കാളി ചമ്മന്തി ഉണ്ട്. പിന്നെ തേങ്ങ കൊണ്ടുള്ള കട്ടച്ചമ്മന്തി അല്ലേ, കട്ടച്ചമ്മന്തി ഉണ്ട്. അപ്പം കടലക്കറി, അതായത് നല്ല കടലക്കറി, നമ്മുടെ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി ഉണ്ട്. പിന്നെ താറാമുട്ട റോസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഇറച്ചിപ്പുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറച്ചിപ്പുട്ടാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും പുട്ട് കിട്ടും, പുട്ടും കടലയും കഴിക്കുന്നുണ്ട്. ഇറച്ചിപ്പുട്ട് ഉള്ള ഒരു പ്രത്യേകതയാണ്, അങ്ങനെ ഉണ്ടെന്നുള്ള പ്രത്യേകതയാണ് ഈ മദീന ഹോട്ടലിലുള്ളത്. പിന്നെ ഇവിടെ വെള്ളയപ്പം ഉണ്ട്. അതോടൊപ്പം വലിയ സൈസിലുള്ള ഇടിയപ്പം ഉണ്ട്, ദോശയുണ്ട്, നമ്മൾ നേരത്തെ കണ്ട കൊത്തു പൊറോട്ടയുണ്ട്. നല്ല സർവീസാണ്. എല്ലാ ആഹാരങ്ങളും മാറുവാനും കഴിയുന്നത് എല്ലാം നല്ല കിച്ചൺ വളരെ നീറ്റാണ്. കിച്ചൺ നമ്മൾ കണ്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഈ മദീന ഹോട്ടലിലെ മറ്റൊരു സവിശേഷത, നമുക്ക് മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത ഒരു സവിശേഷത എന്ന് പറയുന്നത് ബ്രെയിൻ ഫ്രൈ ആണ്. നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്രെയിൻ ഫ്രൈ ആണ്. ഇത് സാധാരണ ഇവിടെ വൈകുന്നേരം 4 മണി മുതലാണ് ഇവർ ഇവിടെ വിതരണം ചെയ്യുന്നത്. പോത്തിൻ്റെ ബ്രെയിനാണ് അവർ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ ഈ ഹോട്ടലിലെത്തിയാൽ നമുക്ക് 4 മണിക്ക് ശേഷം, അതായത് 9 മണി വരെ, 4 തൊട്ട് 9 വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് ലഭിക്കും. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ഫുഡാണ് ബ്രെയിൻ ഫ്രൈ. സാധാരണ പെങ്ങടെ മകനാണ് ഇവിടുത്തെ സപ്ലൈ ചെയ്ത് ആണല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അസിയണ്ണൻ്റെ വീട്ടിലുള്ളവരാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുക, അല്ലാതെ നമ്മൾ ജോലിക്കാരെന്നുള്ള രീതിയിലല്ല. എല്ലാവരും ഒരു കുടുംബം പോലെ. ഓരോ വൃത്തിയും കാര്യങ്ങളും എല്ലാം നീറ്റും കാര്യങ്ങളും ക്ലീനിങ് ആണെങ്കിൽ ഇടപെടലാണെങ്കിൽ എല്ലാം അപ്പോൾ നമുക്ക് മദീന ഹോട്ടലിലെ കിച്ചണിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഹോട്ടലിൽ നല്ല ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയാണെന്നുള്ളത്. എപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫുഡെല്ലാം ഒരു ചീത്തയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവരുടെ കിച്ചണിൽ വന്ന് കണ്ട് ഭക്ഷണം ബോധ്യപ്പെട്ട് അത് മേടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഹോട്ടലാണ് മദീന എന്ന് പറയുന്നത്. മസാല ദോശയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല സൈസിലുള്ള മസാല ഉള്ള മാവ് ഇവിടെ കല്ലിലിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നെയ്യ് ചേർത്തു അതൊന്ന് മൊരിയാൻ വെക്കുകയാണ്. ഇവിടെ നമ്മൾ നല്ല ഇനം നെയ്യാണ് ഇവിടെ ചേർക്കുന്നത്. നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്.
നെയ്യൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇതേക്ക് നല്ല മസാല, നല്ല കിഴങ്ങ് കൊണ്ടുള്ള അതിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കിഴങ്ങ് മാത്രമാണോ അതിനകത്ത് ക്യാരറ്റൊക്കെ ചേർക്കോ? ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത മസാലയാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞ മസാല ദോശ നോക്കിയേ, നമുക്ക് കാണുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ആ ബ്രൗൺ കളറ്. അങ്ങനെയുള്ള മസാല ദോശയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാ പ്ലേറ്റിലേക്ക്. ഇപ്പോൾ നമ്മളിനി ഉഴുന്നുവട ഇടുന്ന കാണാൻ പോകാം. നല്ല എണ്ണ ഇങ്ങനെ ചൂടായി തിളച്ച് മറിഞ്ഞ് കിടക്കുക. അതിലേക്ക് ഇതേ ഉഴുന്നുവട ഇട്ടു. അതങ്ങ് പൊങ്ങി വരുന്ന കാഴ്ച തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു നേരം നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് എത്ര ഉഴുന്നുവട ഇടാൻ പറ്റും? 20 എണ്ണം ഇടാം അല്ലേ? അപ്പോൾ എണ്ണ എത്ര ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് എത്ര നേരം എടുക്കും നമ്മളൊരു സെറ്റ് ഇങ്ങനെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി? 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 20 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഏകദേശം ഒരു ദിവസം എത്ര ഉഴുന്നുവട നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്? 3 കിലോ മാവിൻ്റെ ഉഴുന്നുവട ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉഴുന്നുവടയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മറിച്ചിടണം. ഒരു പ്രാവശ്യം മറിച്ചിട്ടാൽ മതിയാവും. ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് നമ്മളത് കോരിയെടുക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല ഉഴുന്നുവടയായിട്ട് വരും. അത് കോരിയെടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഉഴുന്നുവട കോരിയെടുക്കാൻ പോകണം. അതുകൊണ്ട് അത് 10 മിനിറ്റ് കഴിഞ്ഞ് നല്ല ഗോൾഡൻ കളറിൽ അല്ലേ, നല്ല ഗോൾഡൻ കളറിൽ ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങോട്ടേക്ക് എണ്ണ വാർന്നു പോകാൻ വേണ്ടി കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മുരിഞ്ഞ ഉഴുന്നുവടയാണ് ഇവിടെ നമുക്ക് കിട്ടുക. നെയ് റോസ്റ്റ്, നമ്മൾ നെയ് റോസ്റ്റാണ് ഇടാൻ പോകുന്നത്. നമ്മുടെ മസാല ദോശ പോലെ തന്നെ മാവൊക്കെ ഇട്ട് നല്ല രീതിയിൽ വലിയ രീതിയിൽ അത് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. മാവൊന്ന് ഇച്ചിരി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്താ വയ്ക്കാൻ പോകുന്നത്? നെയ്യ്. ഇതുകൊണ്ടില്ല, നമ്മുടെ മലനാടിൻ്റെ നെയ്യാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മലനാടിൻ്റെ നെയ്യ് അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു. ഇനി അതൊന്ന് തേച്ച് പിടിപ്പിക്കും. നെയ്യൊന്ന് തേച്ച് പിടിപ്പിച്ച് അന്ന് ശരിക്കൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മളിത് കുമ്പിളായിട്ട് എടുക്കും അല്ലേ? അപ്പോൾ നമ്മളത് കുമ്പിളായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അത് നമ്മൾ തിരിച്ചിടുകയല്ലോ അല്ലേ? ഇനിയിപ്പോൾ സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുമ്പിൾ കൂട്ടും. അവിടെ അതിനല്ലേ കട്ട് ചെയ്യുന്നതല്ലേ, കുമ്പിൾ കൂട്ടാൻ വേണ്ടി. നമ്മൾ കടലയുടെ ഒക്കെ പൊതി ഉണ്ടാക്കുന്ന പോലെ കുമ്പിൾ കൂട്ടയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അതിന് ആ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങ് മടക്കി എടുക്കുന്നു. നോക്കിയേ, നന്നായിട്ട് മടക്കി ഒരു കുമ്പിൾ പോലെ എടുക്കുകയാണ്. ഇത് നല്ല ഉഴുന്നുവടയാണ്. നമ്മുടെ ഇത് ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ് അല്ലേ? നല്ല രീതിയിൽ നമ്മൾ ഒഴിഞ്ഞ് വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ഒന്ന് കഴിച്ചു വേണം. അടിപൊളിയാണ്. നല്ല മയമുണ്ട്. അതുപോലെ നല്ല ആവശ്യത്തിന് ഉപ്പും എരിവും അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതോടൊപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിനയിട്ട സുലൈമാനിയാണ്. പുതിനയിലൊക്കെ ഇട്ട സുലൈമാൻ. അപ്പോൾ നമുക്ക് അത് കുടിക്കാം. നമ്മുടെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഡൈജഷൻ ഏറ്റവും നല്ലതാണ്. പുതിനയിട്ട ഈ ഒരു സുലൈമാൻ ഏരിയയിലൂടെയാണ് പോകുന്നത്. നോക്കിയാൽ ഇവിടെ പോലും നല്ല വൃത്തിയാണ്. ഇവിടേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആ വടയൊന്ന് കഴിച്ചു നോക്കട്ടെ, എൻ്റെ ഒന്ന് ടേസ്റ്റ് ഒന്ന് പറയുന്നത്. ഇല്ലല്ലേ. രുചി തേടിയുള്ള യാത്രയിൽ നമ്മളിന്നെത്തിയത് കാഞ്ഞിരപ്പള്ളിയിലെ മദീന ഹോട്ടലിലാണ്. അപ്പോൾ മദീന ഹോട്ടലിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും എപ്പിസോഡുകളിൽ കാണാം. അതുവരെ ബൈ ബൈ.